മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വാമദേവനെയും കടനായിട്ട് ജയിലിനകത്തേക്ക് ചെല്ലുന്നു. ഈ സമയം വാമദേവനാണെങ്കിൽ പേടിച്ചുകൊണ്ടാണ് അവനെ കടനായിട്ട് എത്തുന്നത്. ഉണ്ണിയെ കാണുമ്പോൾ തന്നെ ഒന്ന് പതറുന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് പുതിയ തന്ത്രങ്ങൾ വാമദേവൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കോടതിയിൽ വെച്ചാണല്ലോ അവസാനം കണ്ടത്. എന്റെ അച്ഛനെ കൊന്ന പ്രതിയെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. മോനെ, നീ ഈ അമ്മാവനെ മനസ്സിലാക്കണം. മനസ്സിലാക്കി, ഒരുപാട് മനസ്സിലാക്കി. എന്റെ അച്ഛനെ കൊന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം ഇല്ലാതാക്കിയ ക്രൂരനാണ് നിങ്ങൾ. ഞാനും എന്റെ അമ്മയും മാത്രമാണ് ഇപ്പോ പാതി വഴിയിൽ നിൽക്കുന്നത്. കണ്ണേട്ടനും മഞ്ജുവിനും എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഇപ്പോ അച്ഛനെ കൊന്ന കേസിൽ എന്റെ അമ്മായച്ചനുണ്ടല്ലോ, അയാൾക്ക് എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. ആ കരുണയ്ക്ക് ഒരുപാട് ഭൂസ്വത്തുക്കൾ ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അവളെ എന്റെ തലയിൽ കയറ്റി വെച്ചത്. ഇതിപ്പോ കേസ് നടത്തി അതൊക്കെ തന്നെ പോവാൻ പോകുന്നു. എന്തായാലും എന്റെ കാര്യത്തിൽ ദൈവം കണ്ണടച്ചിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ നിങ്ങൾ അന്ന് എന്റെ അച്ഛനെ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും എന്റെ അച്ഛൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നു. നിങ്ങൾ ആ ക്രൂരത ചെയ്തു, എനിക്ക് എന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട്, മോനെ, നിന്റെ അമ്മ ചെറുപ്പത്ത് ഭയങ്കര സുന്ദരിയായിരുന്നു. ഈ പറയുന്ന വിശ്വനാഥന് നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ പെങ്ങളുടെ പേരിൽ കമലേശ്വരൻ തറവാടോ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണമെന്ന്. പക്ഷേ സുന്ദരിയായിട്ടുള്ള നിന്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം ആ വിശ്വനാഥൻ കാലുമാറി. അവനാണെങ്കിൽ ചതിച്ചു എന്നെ. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കമ്പനിയിലേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്നും ആട്ടിവിടുകയാണ് ഉണ്ടായത്. പിന്നെ മോന്റെ അമ്മയോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ ആ വിശ്വനാഥന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു വാങ്ങുകയെന്ന്. അവളാണെങ്കിൽ അയാളുടെ സ്നേഹത്തിൽ മയങ്ങിപ്പോയി. ഇതൊക്കെ മോനെ സംഭവിച്ചത്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം അവനെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നെ ചതിച്ചു, അതിന് ഞാൻ തിരിച്ചടി കൊടുത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, അദ്ദേഹവുമായിട്ട് പഴകിയിട്ടില്ല, കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. കേട്ടതിൽ വെച്ച് എന്റെ അച്ഛൻ നല്ലവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് മുഴുവനായിട്ടും വിഴുങ്ങാൻ എന്നെ കൊണ്ടാവില്ല. കാരണം നിങ്ങൾ പറയുന്നത് മുഴുവനും നുണയാണെന്ന് ദൈവം തെളിയിച്ചു. കാലങ്ങൾക്ക് മുമ്പ് നടന്ന പ്രശ്നമാണിത്, ഒരു കൊലപാതകമാണ്. അതിന് ദൈവം തിരിച്ചടി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. എന്തായാലും നിങ്ങൾ കാരണം എനിക്കും എന്റെ അമ്മയ്ക്കും കിട്ടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. മോനെ, അല്ല, ഈ വിശ്വനാഥൻ എന്ന് പറയുന്നവൻ കണ്ണനേക്കാൾ സ്വാർത്ഥനായിരുന്നു. അതുകൊണ്ട് അമ്മാവൻ അങ്ങനെ ചെയ്ത് എന്റെ പെങ്ങൾക്കും മക്കൾക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് അമ്മാവൻ ആഗ്രഹിച്ചു. അത് തെറ്റാണോ? കൂട്ടത്തിൽ എന്റെ നേട്ടവും ഞാൻ കണ്ടിരുന്നു, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. എല്ലാം കണ്ണന്റെ പേരിലാണെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ വിശ്വനാഥന്റെ പേരിൽ കണ്ണന്റെ ഭൂസത്തുക്കളല്ലാതെ തന്നെ ഒരുപാട് സമ്പാദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവനതൊന്നും എന്റെ പെങ്ങളുടെ പേരിലേക്ക് മാറ്റാനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ടാ എനിക്ക് അവന്റെ മേലെ കലിപ്പായത്. അതാണ് എങ്ങനെയൊക്കെ എത്തിച്ചെന്ന് പറയുമ്പോൾ, എന്നാലും ഞാനൊരു കാര്യം കൂടി പറയാനായിട്ടാ വന്നത്. എനിക്കിപ്പോഴും പഴയ സ്വത്തുക്കളെല്ലാം തന്നെ തിരിച്ചെടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് അതിന് വല്ല മാർഗം അമ്മാവന്റെ കയ്യിലുണ്ടോ? ഉണ്ട് മോനെ. മോനക്ക് ഞാൻ ഒരാളുടെ നമ്പർ തരാം. ആരാണെന്ന് ചോദിക്കുമ്പോൾ പരമൻ എന്നിങ്ങനെ പറയുകയാണ്. നാട്ടിലെ പ്രശസ്ത ഗുണ്ടയാണ്. മാർക്കോയെ പേടിച്ച് ഇപ്പൊ കുറച്ച് ഒതുങ്ങിയിരിക്കുകയാണ്. എന്തായാലും അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, കുഞ്ഞും ഭാര്യയും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ വരുന്ന കണ്ണനെ കാണാനായിട്ട് എനിക്ക് കഴിയില്ല. അയാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. എന്നെ കൊണ്ടേ അയാളുടെ സന്തോഷം നോക്കി നിൽക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് സ്വത്തുക്കളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ ആ പരമന്റെ കയ്യിൽ കൊട്ടേഷൻ കൊടുക്കാൻ തന്നെ അമ്മാവനുമായിട്ട് തീരുമാനിക്കുകയാണ്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വാമദേവനാണെങ്കിൽ തിരിച്ച് പ്രതാപന്റെ അടുത്തേക്ക് വരികയാണ്. പ്രതാപനാണെങ്കിൽ ജയിലിലെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ പ്രതാപ, നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. അല്ല, നിന്നാരാ കാണാൻ വന്ന്? അത് നിന്റെ മരുമകൻ ഉണ്ണി തന്നെ. അവൻ നിന്നെ എന്തിനാ കാണുന്നത്? ഞാനല്ലേ അവന്റെ അമ്മായിച്ചൻ, എന്നെയല്ലേ കാണേണ്ടത്. എടാ, ഞാനല്ലേ വിശ്വനാഥിന് കൊട്ടേഷൻ കൊടുത്തത്. അപ്പൊ പിന്നെ ഞാനാണല്ലോ കൊലയാളി. കോടതിയിൽ വെച്ചല്ലേ അവസാനമായിട്ട് കണ്ടത്. അപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് എന്താ പറഞ്ഞു? അത് പിന്നെ അവനെ ഞാൻ കുറച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ടാ വിട്ടിരിക്കുന്നത്. എന്നിട്ട് അവനതൊക്കെ വിശ്വസിച്ചോ? ആ, പറഞ്ഞതിൽ കുറച്ചും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വിശ്വനാഥന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചിരുന്നു. പക്ഷെ എനിക്ക് തരാനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ടൊക്കെ കൊന്നെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അവനത് വലുതും വിശ്വസിച്ചോ? ആ, പറഞ്ഞല്ലോ, ചെറുതായിട്ടൊക്കെ വിഴുങ്ങിയിട്ടുണ്ട്. പിന്നെ അവന് കൊട്ടേഷൻ കൊടുക്കാനായിട്ട് പോവുക. ആർക്ക്? ആ കണ്ണന് നേരെ. എന്തിന്? എടോ വാമദേവ, നീ എന്നെയോ ഈ ഗതിയിലാക്കി. നിന്റെ പെങ്ങളും മക്കളൊക്കെ ഒരുമാതിരി എത്തുന്ന സമയത്ത് ആ വിശ്വനാഥന് എന്തായാലും അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ ആ പാവ വിശ്വനാഥന് നീ അല്ലടാ കൊട്ടേഷൻ നിന്ന് കൊല്ലിപ്പിച്ചത്. അതും എന്റെ കയ്യിൽ തന്നെ തരണമായിരുന്നോ? അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഗതി വന്നത്. എടാ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. എന്തായാലും ഉണ്ണി ആ പരമന്റെ നമ്പർ വാങ്ങിയിട്ടാ പോയിരിക്കുന്നത്. അവന്റെ കയ്യിൽ കൊട്ടേഷൻ കൊടുക്കാനാണ് തീരുമാനം, കണ്ണനെ കൊല്ലാനായിട്ട്. എടാ, അവനെ നീ ഇങ്ങോട്ട് വിളിക്കോ? മനസ്സിലായില്ല. അല്ല, നമ്മുടെ കൂടെ ജീവിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിക്കോ ജയിലിനകത്തേക്ക്? ദേ, എന്റെ മോളുടെ ജീവിതേ അല്ലെങ്കിൽ നായ നക്കിയ അവസ്ഥയാണ്. അതിനിടയിൽ അവനെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുകയും കൂടി ചെയ്യല്ലേ. അല്ലെങ്കിൽ നിന്റെ അനന്തരവൻ ഒരു മണ്ടനാണ്. എടാ, ഉണ്ണി മണ്ടനൊന്നും അല്ല, മണ്ടനാ.
അവൻ പരമമണ്ടനാ. കാരണം അവന്റെ മുഖസൗന്ദര്യം മാത്രമേ ഞാനും എൻ്റെ മോള് നോക്കിയുള്ളൂ. മറ്റ് തലയിലകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ മറന്നുപോയി. അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. എന്തായാലും മാർക്കോ ജീവിച്ചിരിക്കുമ്പോഴും അവൻ ഒരിക്കലും കണ്ണന്റെ ദേഹത്ത് തൊടാനായിട്ട് കഴിയില്ല. അതാ മണ്ടനായ ഉണ്ണിയോടൊന്ന് പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ മോളുടെ ജീവിതം ആകെ കുഴപ്പത്തിലാകുമെന്നൊക്കെ പ്രതാപൻ വാമദേവനോട് പറയുന്നു. അങ്ങനെ പ്രതാപനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. വാമദേവന് നേരെ കൈയോങ്ങുന്ന സമയത്ത് പോലീസുകാരൻ അങ്ങോട്ട് വരികയാണ്. എടാ എന്താ ഇവിടെ, പണ്ടത്തെ പോലെ വഴക്കുണ്ടാക്കാനാണ് പ്ലാനിങ്? മര്യാദയ്ക്ക് കയറി പോടാ, ജോലി ചെയ്യടാ പോയിട്ടെന്ന് പറഞ്ഞോട്ട് ആട്ടിവിടുകയാണ്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ ആ പരമൻ എന്ന് പറഞ്ഞ ആളെ കാണാനായിട്ട് എത്തുകയാണ്. അയ്യോ സാറേ, എന്നെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആ മാർക്കോ അവതരിച്ചതിന് ശേഷം ഒരു കാര്യമില്ല. ഞങ്ങളുടെ ബിസിനസ് ആകെ താണിരിക്കുകയാണ്. അവനാണെങ്കിൽ ഗുണ്ടായസം ചെയ്ത് കാശ് ഉണ്ടാക്കൂല, ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കാനും സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. പക്ഷെ അവനെ ചാമ്പാനായിട്ട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും വെറുതെ ആക്കില്ല. അത് അവരെ ഒന്നും ചെയ്യണ്ട, മറിച്ച് ഞാൻ പറയുന്ന ആളെ തീർത്തു തരണമെന്ന് പറയുമ്പോൾ സാറ് ധൈര്യത്തോടെ പറയും, ആ മാർക്കോയുടെ അസാന്നിധ്യത്തിൽ ഉറപ്പായിട്ടും വീട്ടിൽ കയറിയിട്ടാണെങ്കിലും ഞങ്ങൾ ആളെ തീർത്തിരിക്കും. സാറ് വാതിൽ മാത്രം തുറന്നു തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഉണ്ണി പറയുകയാണ്, നിങ്ങളെക്കൊണ്ട് കാര്യം സാധിക്കുമോ? ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ലെങ്കിലും സാധിക്കാൻ പറ്റിയ ഒരാള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, അയാളെ ഏൽപ്പിക്കാം. ആ എങ്കിൽ ശരി, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി. പിന്നെ ഒരുപാട് ഫോൺ കോൾസ് ഒന്നും വേണ്ട, തെളിവുണ്ടാവാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോൾ അയ്യോ സാറേ, അങ്ങനെ പോയാൽ എങ്ങനെയാ? എന്തെങ്കിലും അഡ്വാൻസ് തരണ്ടേ? അഡ്വാൻസ് എത്രയാ? 50,000 രൂപ അയച്ചെന്നാ മതി. അത് വേണ്ട, തെളിവ് അവശേഷിക്കും. അതുകൊണ്ട് ATM-ലേക്ക് വായോ, അവിടെ വെച്ച് ക്യാഷ് എടുത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ ആ ഗുണ്ടയുമായിട്ട് ATM-ലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ദുർഗയാണെങ്കിൽ മനസ്സൊരുക്കി കണ്ണനോടും മഹാലക്ഷ്മിയോടും ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുകയാണ് ദേവിയോട്. കരഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് പൂജാരിയുടെ അടുത്തേക്ക് പ്രസാദം വാങ്ങാനായിട്ട് പോകുമ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട്, മൂത്ത മകന്റെയും മരുമകളുടെയും പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിരിക്കുന്നു, എന്തു പറ്റി? അത് പിന്നെ എൻ്റെ ഭർത്താവിനെ കൊന്നത് എൻ്റെ സ്വന്തം ആങ്ങളെയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. വാർത്തയൊക്കെ പൂജാരി കണ്ടില്ലേ? കണ്ടു, എല്ലാം കണ്ടു. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു കുറച്ച് ദിവസം സംസാരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാം അറിയാൻ വഴുകിപ്പോയി. എൻ്റെ കൂടെ നിന്നവർ തന്നെയാണ് എന്നെ ചതിച്ചതെന്ന് മനസ്സിലാക്കാൻ ഞാൻ വഴുകിപ്പോയി പൂജാരി. മാത്രമല്ല കണ്ണനും മഹാലക്ഷ്മിയുടെയും നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ നല്ലവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പൂജാരിയാണെങ്കിൽ ദുർഗയോട് നന്നായി തന്നെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടയക്കുകയാണ്. വീണ്ടും ദുർഗ ദേവിയുടെ മുന്നിൽ വന്ന് ഒന്നുകൂടി മാപ്പ് ചോദിക്കുകയാണ്, തനിക്ക് മാപ്പ് തരണമെന്നും. അങ്ങനെ ദുർഗ മാപ്പ് പറച്ചിലിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഞ്ജുവും സാഗറും ക്ഷേത്രത്തിലേക്ക് വരുന്നത് കാണുകയാണ്. ചിരിച്ചുകൊണ്ട് മോളെ എന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ, ഓ നിങ്ങൾ ഇവിടെയും നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഇനി ആരെ കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ? മഹാലക്ഷ്മി ഏട്ടത്തിയും ഏട്ടനും മരിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. നിങ്ങളെ കുറ്റപ്പെടുത്താതെ പിന്നെ എന്റെ അച്ഛനെ കൊന്നവന്റെ പെങ്ങളല്ലേ നിങ്ങള്? അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളെ നല്ല രീതിക്ക് വളർത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടനെ തിരിച്ചറിയാൻ ഇത്ര വൈകില്ലായിരുന്നു. കണ്ണേട്ടനും എപ്പോഴും നടന്നു തുടങ്ങിയായിരുന്നു. മരുന്ന് മാറ്റി കൊടുത്ത് കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കണ്ണനടക്കം നിങ്ങൾ എല്ലാവരും നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളായിരുന്നു. എനിക്ക് ആകെ ഒരു താങ്ങും തണലും എന്ന് പറയാൻ എന്റെ ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു പോയി. ഇപ്പൊ സത്യമായിട്ടാ പറയുന്നത്. ഞാൻ അയാളും അയാളുടെ കുടുംബവുമായിട്ടുള്ള യാതൊരു ബന്ധവും പുലർത്തുന്നില്ലെന്ന് പറയുമ്പോൾ, ഓ അതിന് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്തായാലും ആ പ്രതാപനും വാമദേവനും പുറത്തേക്ക് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ കണ്ണേട്ടനെയും മഹാലക്ഷ്മി എടുത്തിയെയും അതുപോലെ എന്റെ ഭർത്താവ് സാഗറിനെയും എല്ലാവരെയും കൊല്ലാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമെന്നൊക്കെ പറയുമ്പോൾ, മോളെ നിന്നെ എങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ആ കരുണ പോലും തിരിച്ച് വീട്ടിലേക്ക് വന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ നിങ്ങളുടെ വെറും അഭിനയമാണ്. അല്ലെങ്കിൽ ഞാൻ സാഗറേട്ടനോടൊപ്പം ആ മേഘനാഥന്റെ ചതി മനസ്സിലാക്കിയതിനു ശേഷം പോയപ്പോ നിങ്ങൾ എന്താ പറഞ്ഞ് സാഗറേട്ടനെ കൊല്ലണമെന്ന് ഒരിക്കൽ പോലും എന്റെ ഭാഗത്ത് നിന്ന് അമ്മയായിട്ടുള്ള നിങ്ങൾ ചിന്തിച്ചോ? ആ മേഘനാഥൻ തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ അവനെയല്ലേ സപ്പോർട്ട് ചെയ്തത്? കല്യാണത്തിന് മുന്നേ മേഘനാഥനാണ് നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കയറ്റി. പിന്നീട് അവനോട് ഞാൻ അഡിക്റ്റ് ആയിരുന്നു. അവനാണെങ്കിൽ എന്നെ ചതിച്ചു. ആ ചതിയിൽ തന്നെ തിരിച്ചടിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞ്? സാഗറേട്ടനെ കൊന്നിട്ട് മേഘനാഥന് തന്നെ എന്നെ തിരിച്ചു കെട്ടിച്ചു കൊടുക്കണമെന്നല്ലേ? നിങ്ങളൊരു അമ്മയാണോ? അവൻ ചെയ്ത ചതി നിങ്ങൾ ഒരിക്കൽ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, അന്ന് കാലത്ത് ഞാൻ അവനെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നിട്ടോ? കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എന്റെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, മോളെ തെറ്റ് പറ്റിപ്പോയി. അങ്ങനെ സാഗർ പറയാണ്, ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞത് കള്ളമാണ്. ആ കുഞ്ഞിനെ പോലും നിങ്ങൾ കൊല്ലാനായിട്ട് നോക്കിയില്ലേ? സത്യമല്ലേ? ഈ ദൈവത്തിന്റെ തിരുനടയിൽ വെച്ച് അമ്മ പറയും എന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, മോളെ ആഗ്രഹിച്ചിരുന്നു, അത് സത്യം തന്നെയാണ്. ഓ അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും സത്യം തുറന്നു പറയാനായിട്ട് തോന്നിയല്ലോ. അതേ മോളെ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഇരിക്കണമെന്ന അമ്മയുടെ ആഗ്രഹം. അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല വേണ്ടില്ല,
ദേ നോക്ക് അമ്മ എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ തക്കം പാർത്ത് അമ്മ ഉറപ്പായിട്ടും കണ്ണേട്ടനെയോ മഹാലക്ഷ്മി എടുത്തിയോ ഞങ്ങളെയോ വകവരുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അമ്മയെ ഞങ്ങളുടെ കണ്ണിന് മുന്നിൽ കാണുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ദുർഗയെ വേണ്ടുവോളം അപമാനിക്കുകയാണ്. മോളെ, ഇനിയെങ്കിലും നിങ്ങൾ ഈ അമ്മയെ വിശ്വസിക്കണം. എന്തായാലും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാള് ആ ഉണ്ണി, അവന് കണ്ണേട്ടന്റെയും അച്ഛന്റെയും വാക്ക് കേൾക്കാതെ വളർന്നവനാണ്. മൊത്തത്തിൽ ആ മേഘനാഥന്റെയും വാമദേവന്റെയും കീഴിൽ വളർന്നു എന്ന് വേണം പറയാനായിട്ട്. അവൻ ഉറപ്പായിട്ടും സ്വത്തുക്കളിൽ കണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണേട്ടനും മഹാലക്ഷ്മി അടുത്തേക്കും ഇനി ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. എന്തായാലും അമ്മ നല്ലവളായിട്ടുണ്ടെങ്കിൽ, അച്ഛന്റെ മരണത്തിന് ശേഷം അമ്മ നല്ല രീതിക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മകനെ പറഞ്ഞൊന്ന് തിരുത്താൻ നോക്കും. അതായിരിക്കും നല്ലത്. ഇനിയെങ്കിലും പാവം കണ്ണേട്ടനെയും മഹാലക്ഷ്മി അടുത്തിയെയും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ദുർഗയോട് ദേഷ്യപ്പെടുന്നു. ഈ സമയം ദുർഗ തന്റെ ഭാഗം വാദിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവരാണെങ്കിൽ അതൊന്നും തന്നെ ചെവി കൊള്ളുന്നില്ല. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.